സ്വയംവരം സ്വയംവരം. സോ കല്യാണത്തിന് കോട്ടും സൂട്ടും ഒക്കെയാന്ന് പറഞ്ഞു. ശ്രുതിയുടെ എന്റെ പണ്ട് കുഞ്ഞിലേ മുതലുള്ള ആഗ്രഹമാണ് ഗൗണ്. അത് വിട്ടിട്ട് ഒരു കളിയില്ല. ചില സ്ഥലത്ത് നമുക്ക് ഗൗൺ, അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാം അവർ ഗൗണിടാൻ ആഗ്രഹിച്ചിട്ട് കല്യാണം കഴിക്കാൻ വരുന്ന ചെറുക്കൻ്റെ വീട്ടുകാർ വരെ ഗൗണൊന്നും വേണ്ട സാരി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു ആൾക്ക് എനിക്ക് ഏറ്റവും വെച്ചാൽ നമ്മൾ ഇത്രയും ഒരു ഭയങ്കര ഒരു ഇതായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്ന വീട്ടിൽ എന്തായിരിക്കും. പക്ഷെ എവിടെ ഡാഡിയും മമ്മിയാണെങ്കിൽ അത്രയും ഭയങ്കര നല്ലതാണ്. മമ്മിക്ക് ഞാൻ എത്ര നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് കൊടുക്കും അത്രയും അങ്ങനെയുള്ളൊരു മമ്മിയാണ്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവും ഗൗൺ. അപ്പം ഗൗണാണ് എനിക്ക് പണ്ടേ ഉള്ള ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഗൗൺ ഇട്ടിട്ടൊരു ബ്രൈഡ്, അതൊരു എന്റെ സ്വപ്നമാണ്. അപ്പൊ അതേപോലെ മന്ത്രകോടിയൊക്കെ സെലക്ഷൻ മന്ത്രകോടി സെലക്ഷൻ ഒക്കെ ഇവന്റെ വീട്ടുകാരെ തൃശ്ശൂരിന്ന് വന്നിട്ട് എറണാകുളത്ത് നിന്ന് എടുത്തു. എങ്ങനെ നിങ്ങളുടെ ടേസ്റ്റ് മാച്ച്? നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ്സ് ആണ്. ഈ ഡ്രസ് സെലക്ഷന്റെ കാര്യത്തിലെങ്കിലും ടേസ്റ്റ് ഒക്കെ ഒന്ന് മാച്ച് ചെയ്യുന്നുണ്ടോ? അത് ഞങ്ങളുടെ ഈ ചില ക്യാരക്ടറിൽ മാത്രമേ ഉള്ളൂ ഒരു ഓപ്പോസിറ്റ്. ബാക്കിയൊക്കെ ഇഷ്ടങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ്. ഡ്രസ്സിന്റെ കാര്യത്തിലും കളറിന്റെ കാര്യത്തിലും എല്ലാം. ശ്രുതിയുടെ ഒരു സ്വഭാവത്തിലോ അല്ലെങ്കിൽ ഇഷ്ടമനിഷ്ടങ്ങളില് ഇവന് ഏറ്റവും ഇഷ്ടമല്ലാത്ത സംഭവം എന്താണ് ഇതുവരെ? അയ്യോ ഇതൊന്നും മാറ്റില്ലാത്തത് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ സ്ട്രോങ് ഇഷ്ടമല്ലാത്തതല്ല, എന്നാലും വെറുതെ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾക്ക് വെറുതെ അങ്ങനെ കിടന്ന് എന്തിനാന്നറിയില്ല. അതൊരു പെണ്ണിന്റെ സ്വഭാവമാണ്. അതെ, അത് പക്ഷെ ഇത് അല്ല എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് അത് ഭയങ്കര ആൾക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്നു. എനിക്കിത് ഭയങ്കര ആവശ്യമാണ്. ഇതുപോലെ മറിച്ച് അത്രയും LKG കേസുകളായിരിക്കും. ആൾക്ക് LKG കേസുകളാണ് എല്ലാം. ഞാൻ പറയില്ല, ആദ്യം പറഞ്ഞില്ല, ഞാൻ പെട്ടെന്ന് എനിക്ക് അത് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും. സോൾവ് ആവും. എന്നാലും അത് ആ സമയം ആ ഒരു മൊമെന്റ് ഒരു 5 minutes അതായിരിക്കും ഭയങ്കര. അതാണ് ആ സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. വേറെ ഒന്നുമില്ലല്ലോ ഇവിടെ പ്രശ്നങ്ങൾ. ഒരു പക്ഷെ എനിക്കും ആ സ്വഭാവം ഉള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാവും. ഇതുപോലെ മറിച്ച് പറയാനാണെങ്കിലോ എവിനെ കുറിച്ച്, എവിന് ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, എവി ഭയങ്കര ശുദ്ധനാണ്. ഇടയ്ക്ക് ദുഷ്ടന്റെ ഗുണം ചെയ്യുന്ന പോലെ എല്ലാ ആൾക്ക് ഭയങ്കര എല്ലാം. ഇനിയിപ്പം ഭൂമി കുലുങ്ങി അവിടുന്ന് വലിയ പ്രളയം വരാന്ന് പറഞ്ഞാലും വരുവാണോ വരട്ടെ എന്നുള്ളൊരു മൈൻഡാണ്. നമ്മൾ ഇത്രയും ടെൻഷൻ ഭയങ്കര കൂളാണ്. ആണോ കുഴപ്പമില്ല. അപ്പൊ ഇത് കാണുമ്പോ എനിക്കങ്ങ് ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണം എന്ന്. കാരണം എവി അങ്ങനെ ചിന്തിക്കില്ല. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോ പിന്നെ ഇനിയും മനസ്സിലാക്കി വരുന്നു. കാരണം എവി ചെയ്യും, പക്ഷെ നമ്മളൊരു 1000 വട്ടം പറഞ്ഞ എവി ചെയ്തോളും. പക്ഷെ എവിയുടെ ആ ഒരു ഇത് കാണുമ്പോൾ ഞാൻ എവി ഇത് ചെയ്യത്തില്ലേ, അപ്പൊ നമുക്ക് ടെൻഷനാവും. അപ്പൊ അങ്ങനെ ബാക്കിയുള്ള കാര്യത്തിലൊന്നും എന്താ പറയാ, എല്ലാം ആള് ഭയങ്കര ക്വയറ്റാണ്. ശ്രുതി മേക്കപ്പും ഹെയറും അതൊക്കെ ആരാ ചെയ്യുന്നത്? മേക്കപ്പ് രഞ്ജു ആണ്. അതും എൻ്റെ വളരെ കാലത്തെ ആഗ്രഹമാണ്. രഞ്ജു ഇടയ്ക്ക് എപ്പോഴും പറയും എൻ്റെ ലൈന് കാണുമ്പോൾ, നിങ്ങളുടെ വെഡ്ഡിങ്ങിന് എന്തായാലും ഞാനായിരിക്കും. അപ്പോൾ അത് ആ ഒരു ആഗ്രഹം രഞ്ജുവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. രഞ്ജു ഭയങ്കര ബിസിയാണ്. എന്നാൽ കൂടെയും എനിക്ക് വേണ്ടിയിട്ട് എന്തായാലും ടൈം 2 ദിവസം രഞ്ജു തന്നെയാണ്. ഓക്കെ. സോ എവിൻ്റെ കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഇതുപോലെ ഗ്രൂമിങ് അല്ലെങ്കിൽ എക്സസൈസ്, ഡയറ്റ് എന്തെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഡയറ്റ് ആണ് ആളുടെ. ഒരു അഭ്യർത്ഥന പ്രകാരം ഒരു നന്നായി തടി വെക്കണം ആയിരുന്നു. നേരെ ഓപ്പോസിറ്റ് ആണ്. എനിക്ക് ഇത്തിരി വയറ് ചാടിയാൽ എനിക്ക് പ്രശ്നം. എനിക്കാണെങ്കിൽ ഭയങ്കര മെലിഞ്ഞ പെൺകുട്ടികളാണ് ഭയങ്കര ഇഷ്ടം. അപ്പം ആദ്യം ഞങ്ങൾ കണ്ട സമയത്ത് എനിക്ക് ഇച്ചിരി ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പറഞ്ഞു വണ്ണം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഇനി കുറയ്ക്കില്ല. എന്താണെങ്കിലും കറക്റ്റ് ആണല്ലോ, ഒരാള് കൂട്ടിയാലും കുറഞ്ഞാലും ബാലൻസ് ആയി. കുറച്ച് കുറഞ്ഞു, ഞാൻ കുറച്ച് കൂടി. ജിമ്മിനൊക്കെ പോയിരുന്നു കുറച്ച് സ്പെഷ്യൽ ആയിട്ട്. ഇങ്ങനെയില്ല, ആൾക്ക് എത്ര മെലിയാൻ പറ്റുമോ അത്രയാണ് ഇഷ്ടം. ഹെൽത്ത് കോൺഷ്യസ് ആണോ? അതെ ആണല്ലോ. ഡോക്ടർ ആയതുകൊണ്ട് കേട്ടോ, ഡോക്ടറാന്ന് മാത്രമേ ഉള്ളൂ. എന്താ കഴിക്കണേ? ഭക്ഷണം കഴിക്കും. കൊള്ളി. ഇവര് കപ്പയ്ക്ക് തൃശ്ശൂരേ കൊള്ളിന്നാ പറയാ. അപ്പൊ ഞാനൊരു ദിവസം ചോദിച്ചത് എരി എന്താ കഴിച്ചേ? ഞാൻ കൊള്ളി പൊട്ടിക്കും. കൊള്ളി, നമ്മളീ കൊള്ളിയൊക്കെ എന്താ പറയുക, മറ്റേ വടിക്കല്ലേ കൊള്ളി എന്ന് പറയും. കൊള്ളി കഴിക്കോ? പിന്നെയാണ് അറിഞ്ഞത് കപ്പയ്ക്കാണ്. കൊറേ ഭാഷയുടെ കൊറേ
നമുക്ക് പിടികിട്ടാത്ത കുറെ കാര്യങ്ങളൊക്കെ ഇവര് പറയാം. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോ ഭാവിയില് അമ്മായിമ്മ വഴക്ക് പറയുകയാണെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ. എങ്ങനെ ഈ തൃശ്ശൂർ സ്ലാങ് കൊണ്ടോ വലിയ സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് പുറത്തൊക്കെ പോയി പഠിച്ചത് പുറത്തായതുകൊണ്ട് അവിടെ ഫുള്ള് കോട്ടയം എല്ലാ നാട്ടുകാരും ഉണ്ടായിരുന്നു. ഡാഡിക്കൊക്കെ ആ ഒരു കറക്റ്റ് ഉണ്ട്. പണ്ട് ചുമ്മാ ഞങ്ങള് കളിയാക്കുമായിരുന്നു, എന്തുട്ടാ എന്തുട്ടാ. ഇപ്പൊ എന്നെ എല്ലാരും പപ്പയും അമ്മയിലേക്ക എന്തുട്ടാ എന്തുട്ടാ. എന്റെ ലാംഗ്വേജ് അങ്ങനെ പോയി അവിടെ പോയപ്പോ. ഇപ്പൊ അങ്ങനെ തോന്നുന്നില്ല അല്ലേ? ഇല്ല, ഐ മീൻ തൃശ്ശൂർക്കാർക്ക് ചിലവർക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു ആക്സെന്റ് ഉണ്ട്. പക്ഷെ എവൻ സംസാരിക്കുമ്പോൾ അത്രയും എനിക്ക് ഉണ്ട്, പക്ഷെ അത്രയും സ്ട്രോങ് ആയിട്ട് തോന്നുന്നില്ല. ഓക്കെ, മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ഒത്തിരി ആൾക്കാർ അത് വെരി ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്റ്റ് ആണ്. സോ നിങ്ങൾ, ഞാൻ അറിഞ്ഞു ഇപ്പം നേരത്തെ ശ്രുതിയായിട്ട് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലത്തെ മേജറായിട്ട് നല്ലൊരു ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ആരെയാണ് ഇപ്പോൾ ചെയ്യിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള പ്രീ വെഡിങ് ഷൂട്ട്സും അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്? ഞാന് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ ഭയങ്കര ആരെ ഏൽപ്പിക്കണം എന്ന്. പക്ഷെ എന്റെ മനസ്സിൽ, കാരണം മഹാദേവൻ തമ്പി മോഡ ടീംസ് തമ്പിച്ചേട്ടനായിട്ട് ഞാൻ ഹോട്ടൽ കാലിഫോർണിയ വർക്ക് ചെയ്യുന്ന സമയത്താണ് പരിചയം. അപ്പൊ അന്ന് മുതലേ നല്ല പരിചയമാണ്. അപ്പൊ ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ ഞാൻ വീടെടുത്ത് പറഞ്ഞു, സാധാരണ ചെക്കൻ്റെ വീട്ടുകാരാണ് അത് ഏൽപ്പിക്കാം. ഞാൻ വീടെടുത്ത് പറഞ്ഞു, തമ്പിച്ചേട്ടനാകുമ്പോൾ എനിക്ക് അത്രയും കംഫർട്ടബിൾ ആണ്. പിന്നെ അവരിപ്പോൾ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുമാണ്. തമ്പിച്ചേട്ടൻ ഫിലിം ഫീൽഡിലൊക്കെ വർക്ക് ചെയ്ത് അത്രയും ഭയങ്കര ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കൊരു ആദ്യം ഒരു ഡൗട്ടായിരുന്നു ചേട്ടന് വരാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ. ശ്രുതിൻ്റെയും എവിൻ്റെയും ഈ ഒരു മോസ്റ്റ് പ്രഷ്യസ് മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യുന്നത് നൺ അതർ ദാൻ മഹാദേവൻ തമ്പി ആൻഡ് ഹിസ് ടീം കോൾഡ് മോഡ ടീംസ്. സോ ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഫിലിം ഫീൽഡിൽ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് മഹാദേവൻ തമ്പി. സോ ഇവർ കുറേ പ്രീ ഷൂട്ട്സ് ചെയ്തിരുന്നു, കുറേ കോൺസെപ്റ്റ്സും പ്ലാനിങ്ങും ഒക്കെ ശ്രുതിയുടെയും എവിൻ്റെയും കല്യാണത്തിന് ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ സ്ട്രേറ്റ് ഫ്രം ദ പ്രൊഫഷണൽസ് മൗത്ത് എന്താണ് മഹാദേവൻ തമ്പിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ശ്രുതി ആദ്യം എൻ്റെ വെഡ്ഡിങ് ആണ്, തമ്പിച്ചേട്ടൻ അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് ആ സമയത്ത് ഞാനും ഒരു വർക്കിൻ്റെ ഇടയിൽ നിൽക്കുമായിരുന്നു. പക്ഷേ കൃത്യമായിട്ട് ശ്രുതിയുടെ വെഡ്ഡിങ് ഡേറ്റിൻ്റെ ആ ഒരു സമയത്ത് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പം മുതൽ ഞങ്ങൾ അതിൻ്റെ പ്രീ പ്ലാനിങ് വർക്കുകളിൽ പിന്നെ ശ്രുതിയാണെങ്കിലും അവിനാണെങ്കിലും ശ്രുതിയുടെ അമ്മയാണെങ്കിലും ശ്രുതിയുടെ ചേച്ചി ലയ ആണെങ്കിലും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ ഇതിൻ്റെ പ്രീ പ്ലാനിങ്ങിലേക്ക് വന്നു. അങ്ങനെ ആണ് ഞങ്ങൾ ഇതിൻ്റെ ഒരു പ്രീ വെഡ്ഡിങ് ടീസർ ആദ്യം ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ദിൽവാലെ ടീസർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഒരു കോൺസെപ്റ്റ് പ്ലാൻ ചെയ്തത്. ശ്രുതി ഓൾറെഡി ആർട്ടിസ്റ്റാണ്. അതിൻ്റെ ഒപ്പം നല്ല ചാമിങ് ആയിട്ടുള്ള നല്ല ഹാൻസം ആയിട്ടുള്ള പിന്നെ പയ്യനാണ് അവിൻ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ആയപ്പോഴത്തേക്കിന് വേറെ ഒന്നുമില്ല, ശ്രുതിയുടെ ആർട്ടിസ്റ്റിക്കൽ മൈൻഡും ആ അവിൻ ജസ്റ്റ് ഫ്രെയിമിൽ നിന്നാൽ മാത്രം മതി, ആ ഫ്രെയിം അത്രയും ബ്യൂട്ടിഫുൾ ആവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ദിൽവാലെ വെഡ്ഡിങ് ടീസർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം പ്ലാൻ ചെയ്തു. അപ്പാർട്ട് ഫ്രം ശ്രുതി ആൻഡ് അവിൻ, ഇത് പെർഫെക്റ്റ്ലി കോർഡിനേറ്റ് ചെയ്ത ശ്രുതിയുടെ അമ്മയും താഹിർ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോർഡിനേറ്റർ. അതേപോലെ തന്നെ ഇത് എഡിറ്റ് ചെയ്തേക്കുന്ന അജിൽ, ഇതിൻ്റെ എഡിറ്റ് ആൻഡ് ഗ്രേഡ് ചെയ്തേക്കുന്ന അജിൽ. ബാക്കി ഞങ്ങളുടെ പാർട്ട്, അതിൻ്റെ ഷൂട്ട് ചെയ്യുക എന്നുള്ള പാർട്ട് പ്രദീപ് എന്ന് പറഞ്ഞ പ്രദീപ് പ്രശാന്താണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത്. നന്നായിട്ട് ചെയ്തു. ഞാൻ എന്താണോ ഉദ്ദേശിച്ചേക്കുന്നത് അത് അതേപോലെ എനിക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത് തന്നു പ്രദീപ്. ഞാൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ആ ഒരു 1 മിനിറ്റ് വരുന്ന ഒരു ടീസറിന് കിട്ടിയേക്കുന്ന റീച്ച്. കല്യാണം കഴിയുമ്പം പിന്നെ അഭിനയിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് എപ്പോഴും ആൾക്കാർക്കുണ്ട്. സോ തീർച്ചയായിട്ടും ഓഡിയൻസ് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരമാണ്. എന്താണ് ശ്രുതിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഉള്ള പ്ലാനിങ്? എനിക്ക് നല്ല ഓഫേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്തായാലും, കാരണം ഇത് നമ്മളുടെ രക്തത്തിൽ അലിഞ്ഞൊരു സംഭവമാണ്. നമുക്കിത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെക്കുമ്പോൾ നമുക്ക് അതിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആയിരിക്കും. നല്ലത് വന്നു കഴിഞ്ഞാൽ ചെയ്യും. ഇപ്പൊ ഡാൻസ് ആണെങ്കിൽ ഡാൻസ് ഒന്നും പിന്നെ ഒരു പരിധിയില്ലല്ലോ, കല്യാണം കഴിഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പം നമ്മൾ ഈ അഭിനയിക്കേണ്ട കാര്യത്തിൽ മാത്രമാണ് ചിലപ്പോൾ കുറേ ദിവസം വിട്ട് നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ഓഫേഴ്സ് വന്നു കഴിഞ്ഞാൽ എനിക്കത്, കാരണം നമ്മൾക്കിപ്പോൾ എൻ്റെ ഈ ഒരു ലുക്കിനോ അല്ലെങ്കിൽ ഈ ഒരു ഏജിനും പെട്ടെന്ന് ഇതങ്ങ് കടന്നു പോകും. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ നല്ലത് വന്നു കഴിഞ്ഞാൽ എനിക്കിനി ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നായികയായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അപ്പം നല്ലത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഡിസിഷനിൽ പ്രശ്നങ്ങളില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെയ്യാൻ നല്ലത് വരാണെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമില്ല. എന്നാലും വീട്ടിൽ വെറുതെ ഇരിക്കുക. കാരണം അതിന് ശേഷം ഞാൻ എന്തായാലും ഡ്യൂട്ടിക്ക് എൻ്റെ കാര്യങ്ങൾ പോകും. അപ്പോൾ ആൾ വെറുതെ വീട്ടിലിരിക്കുന്ന സമയം കൊണ്ട്
സ്വയം ഒരു പിന്നെ ഇവിടെ മമ്മിയും ഡാഡിയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ മമ്മിയുടെ അമ്മയുണ്ട്, അമ്മമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. തൃശ്ശൂർ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വന്നാൽ അമ്മമ്മയ്ക്ക് സുഖമില്ല, എന്നാൽ കൂടെ അമ്മമ്മ നേരത്തെ അവിടെ വന്നിരുന്ന് കാണുക, തീരുന്നവരെ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഭയങ്കര എവിനെ കൂടാതെ തന്നെ ഇവിടെ ഫാമിലി അവരെല്ലാവരും, ഇപ്പോൾ ഡാഡിയുടെ ഫാമിലി ആണെങ്കിലും മമ്മിയുടെ ഫാമിലി ആണെങ്കിലും എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഏതായാലും ഒരുപാട് ആൾക്കാർക്ക് ഒരു സന്തോഷ വാർത്തയാണ്. എനിവേ നിങ്ങൾ രണ്ടുപേരെയും ഇങ്ങനെ കിട്ടിയതിൽ ഒത്തിരി സന്തോഷം. അറിയാം നിങ്ങളുടെ കല്യാണത്തിൻ്റെ തിരക്കാണെന്ന്. അഡ്വാൻസ് ആയിട്ട് രണ്ടുപേർക്കും വിഷ് യു വെരി ഹാപ്പി മാരിഡ്. താങ്ക് യു. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഈ പ്രോഗ്രാമിൽ വരാൻ പറ്റി. പിന്നെ എൻ്റെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ് റോസിൻ. റോസിൻ ആണ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും, കാരണം റോസിൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഫോർമലായിട്ടൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക്, കാരണം ഞങ്ങൾ ബാങ്കോക്ക് സമ്മർ എന്ന് പറഞ്ഞ ഫിലിം എത്ര ദിവസമല്ലേ ബാങ്കോക്കിൽ ഒരുമിച്ച്, അപ്പം അത്രയും എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അപ്പം റോസിൻ്റെ അടുത്തും ഞങ്ങൾക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചത് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. താങ്ക് യു ശ്രുതി. ഞാൻ പറയാത്തൊരു കാര്യമായിരുന്നു അതെ. എൻ്റെ എസ്പെഷ്യലി ശ്രുതി ഓഫ് കോഴ്സ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആണ്, വളരെ നേരത്തെ വന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ ഒരു സിനിമ എക്സ്പീരിയൻസിൽ ഞാൻ പരിചയപ്പെട്ട് എൻ്റെ ഏറ്റവും ഒരു ഓൾഡസ്റ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ ശ്രുതിനെ വിശേഷിപ്പിക്കാം അല്ലേ. സോ തീർച്ചയായിട്ടും അൺഫോർച്ചുനേറ്റ് പാർട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ. കല്യാണത്തിന് എനിക്ക് എപ്പോൾ എത്താൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ വി ആർ ട്രൈങ് അവർ ബെസ്റ്റ്. ഏതായാലും രണ്ടുപേരും ഇങ്ങനെ നേരത്തെ തന്നെ കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു എവിൻ. താങ്ക് യു ശ്രുതി. താങ്ക് യു. ചടങ്ങുകൾ എന്ന് പറയുന്നത് ഏകദേശം കുറച്ച് മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ ദി എഫേർട്ട് ബിഹൈൻഡ് ദിസ് ഹോൾ പ്രോസസ്സ് മാസങ്ങളാവാം, ചിലപ്പം വർഷങ്ങളും ആവാം. ഏതായാലും ഇവരുടെ കല്യാണത്തിന് ഇവർ ഓൾമോസ്റ്റ് 1 whole year പ്ലാൻ ചെയ്ത് വളരെ ഭംഗിയായിട്ട് അടിച്ചു പൊളിച്ച് എല്ലാവരും സന്തോഷമായിട്ട് പാർട്ടി ചെയ്ത് ഇപ്പം മാൻ ആൻഡ് വൈഫായിട്ട് ജീവിക്കുന്നതാണ് ശ്രുതി ആൻഡ് എവിൻ. ഞങ്ങളുടെ സ്വയംവരം ടീമിൻ്റെ എല്ലാവിധ ആശംസകളും ടു ദിസ് ബ്യൂട്ടിഫുൾ കപ്പിൾ. ഇതുപോലത്തെ ഇനിയും ഭംഗിയുള്ള മൊമെൻറ്റ്സ്, ഹാപ്പി മൊമെൻറ്റ്സ് ആൻഡ് ഒരുപാട് സർപ്രൈസസും ടിപ്സും എല്ലാം അടങ്ങിയ മറ്റൊരു എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. Until we meet again, this is Rosin Jolly signing off.